നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തു. അതിന്റെ അഭിപ്രായങ്ങൾ പലരും കമന്റുകളിൽ എഴുതി. ചിലരൊക്കെ പേഴ്സണലായി എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അത് രണ്ടു തരത്തിലും മെസ്സേജ് അയക്കുന്നുണ്ട്. ആദ്യം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അതൊരു പൊതുപ്രവർത്തകനിൽ അത്തരത്തിലൊരു വിഷയം വരാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ വീഡിയോ ചെയ്തു. ബാക്കി സ്ത്രീ വിഷയം വേണോ വേണ്ടോ എന്നുള്ളത് അയാളുടെ തീരുമാനമാണ്. അത് നമുക്ക് എതിർക്കേണ്ട ആവശ്യമില്ല. അത് അയാളുടെ ഇഷ്ടമാണ്. അയാളുടെ കൂടെ സഹകരിക്കുന്ന പെണ്ണിന്റെയും ഇഷ്ടമാണ്. അവരെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളതിന് തലവെക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പൊതു ഇടത്തെ ഈ പൊതുപ്രവർത്തകൻ എന്ന വ്യക്തി എല്ലാവരുടെയും അടുക്കളയിൽ ചെന്ന് കയറാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരാൾ ഈ രീതിയിൽ പേര് കേൾപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു വിഭാഗം എതിരെ നിന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് പ്രചരിച്ച വോയിസിന്റെ കൂടി പശ്ചാത്തലത്തിൽ, അതായത് ആ വോയിസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണ് ആ വോയിസ് കേട്ട തോന്നുന്നത്. അതായത് ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ. അതും ഈ മാധ്യമം കൂടെ ചില മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു ദുഷ്ടലാക്കം കൂടി ചിന്തിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം ടാർഗറ്റ് ചെയ്യപ്പെടുകയാണെന്ന് തോന്നിയപ്പോ ഞാൻ എന്റെ പ്ലേറ്റ് മാറ്റി. കാരണം അത്തരത്തിലല്ല ചെയ്യേണ്ടത്. ഇവിടെ ഒരു കുറ്റവാളി ആയിട്ടില്ല, ആരോപിതൻ മാത്രമാണ്. കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അത് അന്വേഷണം വരട്ടെ, അല്ലെങ്കിൽ പരാതിക്കാരി പരാതി കൊടുക്കട്ടെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് രാഹുലിനെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അല്ലാത്തിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് എത്രയോ വീഡിയോകൾ ചെയ്ത ആളാണ് ഞാൻ. എന്നാൽ ആ വീഡിയോകളൊന്നും കാണാതെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട്, അതിന് കാരണമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇത്രയും നാള് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിൽക്കുന്നത് എന്ന്. എതിരെ എന്നുള്ളതല്ല, അതിന് വളരെ വ്യക്തമായി എനിക്ക് പറയാൻ സാധിക്കും. മനസാക്ഷിയും മനുഷ്യത്വമുള്ളവരും ആയിട്ടുള്ളവർ എന്റെ ഈ വാക്യത്തിനോട് കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വെറും രാഷ്ട്രീയം വെച്ചുകൊണ്ട് ആരുടെ ജീവിതം തൊലഞ്ഞാലും വേണ്ടില്ല, ആര് കണ്ണീരിലായാലും വേണ്ടില്ല, ആര് തൂങ്ങിച്ചെത്താലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ പ്രസ്ഥാനം നമ്മളും വളർന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന വോയിസ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചിട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പൊ പുറത്തു വന്ന വോയിസ് ക്ലിപ്പും കൂടെ ചേർത്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് എതിരെയും അനുകൂലിച്ചും വന്നു. കാരണം ഇത്രയും നാൾ താങ്കൾ സംസാരിച്ചത് തെറ്റിദ്ധരുത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടും വന്നു. മറ്റൊരു മെസ്സേജും വന്നു. അതിൽ എല്ലാ വോയിസുകൾക്കും മറുപടി പറയുകയാണെങ്കിൽ നമുക്കറിയാലോ നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു വോയിസിന് ഒരാൾക്ക് മറുപടി കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ആ ഐഡിയുടെ പേര് ആയിഷ മെഹറിൻ എന്നാണ് കാണുന്നത്. മിക്കവാറും അത് മകളുടെ പേരായിരിക്കാം. അദ്ദേഹത്തിന്റെ നമ്പർ 80 89 29 64 70. ഇതാണ് സ്ക്രീൻഷോട്ട്. 4 മെസ്സേജുകളാണ് എനിക്ക് അയച്ചത്. അതിൽ 2 മെസ്സേജുകളാണ് ഇമ്പോർട്ടന്റ്. മറ്റു കാര്യങ്ങൾ രാഷ്ട്രീയമായ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. ആദ്യം ആ 2 വോയിസുകൾ, അദ്ദേഹം തന്ന 2 വോയിസുകളും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഹലോ സുഹൃത്തെ, പിന്നെ നിങ്ങളൊരു വീഡിയോ കണ്ടു, കുറേ വോയിസ് ക്ലിപ്പുകളും അതേമാതിരി അവിഹിത ഗർഭം കണ്ണി കണ്ട സംഗതികളൊക്കെ ഇതിൻ്റെ മുമ്പ് കുറേ പറ്റിയതാണ്. നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇട്ടോളൂ. അതല്ലാതെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഏതെങ്കിലുമൊക്കെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയെന്ന് കരുതിയിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ട് അതുമേ പൈസ ഉണ്ടാക്കുക. എനിക്കൊക്കെ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ ചങ്ങായി? കൂലിപ്പണി എടുത്തിട്ട് ജീവിച്ചൂടെ? ഓരോരോ വാർത്ത അത് സത്യമാണോ അസത്യമാണോ എന്ന് അറിയുന്നതിൻ്റെ മുമ്പ് അത് പോസ്റ്റ് ചെയ്യുക. ഇങ്ങോട്ട് അതിൽ കുറേ ആൾക്കാരെ പ്രതിസന്ധിയിലാക്കുക. എത്ര ആൾക്കാരെ പ്രാക്കും ഇത് കിട്ടും. എനിക്കിപ്പോൾ മെയിനായിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ചില്ലറ കിട്ടേണ്ടി വരും. അത് റീച്ചായി കഴിഞ്ഞാൽ ചില്ലറ കിട്ടും. പക്ഷെ അതിലുപരി ഒരാളുടെ 2 ആളുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒക്കെ ജീവിതമാണ് വഴിമുട്ടുന്നത്. അത് മനസ്സിലാക്കണം ആദ്യം. അല്ലാതെ വാർത്തയിലേക്ക് ഇപ്പോൾ ഈ റിപ്പോർട്ട് ചാനലിനെ അതിനെ ആദ്യം തുടക്കട്ടത് അത്രമാത്രം അതിന് ശ്രമിച്ചിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ. പിന്നെ ഇത് അത്രയും ഉണ്ടാവില്ല, ഉച്ചിട്ട മേനയിക്കാരൻ. അപ്പം മനസ്സിലായോ? ഉള്ള വിലയും നിലയും കളയാതെ നല്ല രീതിയിൽ വാർത്തകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജനങ്ങൾ പുച്ഛിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. ഇപ്പോൾ ഈ വാർത്ത എന്നല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയിപ്പോൾ എന്ത് വാർത്ത വന്നാലും അത് അങ്ങനെ തള്ളിക്കളയും. അത് നോക്കിക്കയ്യേ. കാരണം എന്താ വെച്ചാൽ അതിന് പിന്നാലെ കച്ച കെട്ടി ഇറങ്ങിയിട്ട് ഇതുവരെ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തെളിയില്ല. കാരണം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ. ഓക്കെ, ഈ വോയിസിന് മറുപടിയായി എനിക്ക് ആദ്യം പറയാനുള്ളത്,
പ്രിയപ്പെട്ട സഹോദര, താങ്കൾക്ക് സാമൂഹ്യ ബോധം ഇല്ലാത്തത് എന്റെ കുറ്റമല്ല. സാമൂഹ്യ ബോധം എന്നത് രാഷ്ട്രീയ ബോധമല്ല, ശരിക്കുള്ള രാഷ്ട്രീയ ബോധമാണ്, രാഷ്ട്രബോധമാണ്. രാഷ്ട്രബോധത്തിൽ ഊന്നിയതാണ് ഈ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ ബോധത്തിലല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ പിന്തുണച്ചുകൊണ്ട് വീഡിയോ ചെയ്യൽ എന്റെ പണിയല്ല. നല്ലത് ആര് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യും. അത് മോശമാണെന്ന് തോന്നിയാൽ മോശം എന്ന് തന്നെ പറയും. ശ്രീ പിണറായി വിജയൻ സഖാവിനെയും CPM-നെയും നഖസികാന്തം അവരുടെ ജനദ്രോഹ നടപടികളെ എടുത്തു കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ട്രോൾ അടക്കം ഞാൻ ചെയ്യാറുണ്ട്. അതേസമയം കഴിഞ്ഞ ഓണത്തിന് അവർ കൊടുത്തിട്ടുള്ള കിറ്റ്, നമ്മൾ കിറ്റിനെ എപ്പോഴും കുറ്റം പറയുമല്ലോ, ആ കിറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് 100% നല്ല കിറ്റാണ്. അതിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം നല്ല ഗുണമേന്മയുള്ളതാണ്. ആ വെളിച്ചെണ്ണ പോലും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് അത് നല്ലതാണെന്ന് തെളിയിച്ചിട്ട് കൊടുത്ത സാധനം കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഉള്ളത് നന്നാക്കി കൊടുത്തു എന്ന് അപ്രിസിയേറ്റ് ചെയ്ത് വീഡിയോ ഇട്ട ആളാണ് ഞാൻ. അന്നും എനിക്ക് കിട്ടിത്തെറി CPM-നെ അനുകൂലിച്ചതിന്. പക്ഷെ നല്ലതിന് നല്ലതെന്ന് തന്നെ പറയണമല്ലോ, ഇനിയും പറയാനുണ്ട്. CPM ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. ഈ സർക്കാർ 10 വർഷം പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചപ്പോൾ അവർ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം നമ്മൾ വിമർശിച്ചതല്ലേ, അത് അവരുടെ ഭരണം നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോ ഒരു പഞ്ചായത്ത് ഇലക്ഷനും അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷനും വരാനുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവര് ചെയ്തിട്ടുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ട്, അതൊന്ന് പറയാം. ഇങ്ങനെ നല്ലതും ജനദ്രോഹപരമായിട്ട് ചെയ്ത കാര്യങ്ങൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ജനം തീരുമാനിക്കട്ടെ എന്ന്. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെ വരാം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കഴിഞ്ഞ സീസണിൽ, അങ്ങനെയാണ് നമ്മൾ പറയുക, ഇപ്പൊ ഇത് പുതിയ സീസണാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന പുതിയ സീസണാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഖ്യാതി വർദ്ധിച്ചു വരുമ്പോ, പിന്തുണ കൂടി വരുമ്പോ, കോൺഗ്രസ് നേതാക്കൾ പെതിയെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗപ്പെടുത്തി തുടങ്ങുമ്പോൾ അടുത്തൊരു വെടി പൊട്ടിച്ചതാണെന്ന് എനിക്കും അറിയാം. പക്ഷെ ആ വെടിയിലാണ് കാര്യം. വെടി പൊട്ടിച്ചതിൽ ഞാൻ കാര്യമായിട്ട് എടുക്കണില്ല. ആ വെടി വളരെ സീരിയസ് ആയിട്ടുള്ള വെടിയാണ്. ഇന്നലെ വളരെ വ്യക്തമായി ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ വന്ന മറ്റൊരു വീഡിയോയിൽ ഒന്നും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തു, ധാരാളം വീഡിയോകൾ, ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള വീഡിയോകൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചെയ്തു. ഇത് എത്ര പേര് കാണുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ്. എന്റെ ചാനലിലൂടെ എന്റെ അഭിപ്രായം ഞാൻ സത്യസന്ധമായി പറയുന്നു. രാഷ്ട്രീയ കക്ഷി ആ ഒരു ചായവിന് അതീതമായി സംസാരിക്കുന്നു. അതിന് പറ്റിയ പ്രേക്ഷകർ എനിക്കുണ്ട്, അവരെനിക്ക് സപ്പോർട്ട് ചെയ്യും. ഇവിടെ എന്റെ സഹോദരൻ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടിയാണ്, കണ്ടന്റിന് വേണ്ടിയിട്ടാണ്, പണത്തിന് വേണ്ടിയിട്ടാണെന്ന്. എന്റെ മാന്യ സഹോദരനെ അറിയില്ല, ഈ ചാനലിലെ വീഡിയോകൾ കാണാത്ത ആളായതുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും നല്ല വീഡിയോകൾ മറ്റൊരു ചാനലിലും, കേരളത്തിലെ ഒരു ചാനലിലും, മലയാളത്തിൽ ഒരു ചാനലിലും വരാത്ത വീഡിയോകൾ, പേഴ്സണാലിറ്റി അനാലിസിസിന്റെയും ഇമോഷണൽ മാനേജ്മെന്റിന്റെയും ലൈഫ് മാനേജ്മെന്റിന്റെ വീഡിയോകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. 1000 പോലും തികയാത്ത വീഡിയോകൾ. എന്നിട്ടും അത്തരം വീഡിയോകൾ ഞാനിത് ഇടുന്നെന്തിനാ? 2-3 മണിക്കൂർ സമയമെടുത്താണ് അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്തിടുന്നത്. ചുരുങ്ങിയതൊരു 4-5 മണിക്കൂർ അത്തരം ഒരു വീഡിയോ ചെയ്യുന്നതിന് എടുക്കും. ആ സമയം കൊണ്ട് റീച്ചുള്ള 4 വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ കാശ് കിട്ടില്ലേ? അപ്പൊ അതല്ല നമ്മൾ ചെയ്യേണ്ട സമയത്ത് എത്ര സമയമെടുത്താലും അത് സാമൂഹ്യ ബോധത്തോടെ ചെയ്യണം എന്നതുകൊണ്ടാണ് അത്തരം വീഡിയോകൾ ചെയ്യുന്നത്. റീച്ച് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു പിണ്ണാക്കുമല്ല എന്ന് എന്റെ സഹോദരനോട് ആദ്യം തന്നെ പറയട്ടെ. പിന്നെ കാശ് എനിക്ക് അത്യാവശ്യത്തിനുള്ള പണം ഞാൻ അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മാന്യ സഹോദരൻ എന്നെ അറിയാഞ്ഞിട്ടാ. sabukottoti.com ഈ താഴെ കാണുന്നില്ലേ, ആ ഡൊമൈനിൽ നിന്ന് കയറി നോക്കും. ഞാൻ ചെയ്യുന്ന പണി എന്തൊക്കെയാണെന്ന് അതിനകത്ത് കാണാൻ പറ്റും. ഈ യൂട്യൂബ്, നമ്മുടെ മറ്റെവരുടെയൊക്കെ ഭാഷ പറഞ്ഞ ഈ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല എന്റെ ഒരു കഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ചേക്ക്. അതുകൊണ്ട് ആ പണത്തിന്റെ കണ്ടന്റിന്റെ റീച്ചിന്റെ കാര്യം തൽക്കാലം ആലോചിക്കണ്ട. കണ്ടന്റൊക്കെ ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കൊരാളല്ല, ഒരു ഇൻഡിവിജ്വൽ, ഒരു വീട്ടിലെ ഒരാളല്ല. ആളൊരു പൊതുപ്രവർത്തകനാണ്, ഒരു നാടിന്റെ MLA ആണ്, പ്രതിനിധിയാണ്. ആ ഓരോ വീടുകളിലും പോകേണ്ട ഒരാളാണ്. അയാളെ കുറിച്ച് ഇപ്പൊ പുറത്തു വന്ന വോയിസ് അല്പം കട്ടി തന്നെയാണ്. അതിന് മറുപടി അദ്ദേഹം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഞാൻ എന്റെ വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ കാരണം ഒന്ന് പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയെങ്കിലും പോയി കള്ളവടി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തെ മുഴുവൻ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് രാഹുൽ എന്നല്ല, ആര് തന്നെ ആയിരുന്നാലും അതിന്റെ ആവശ്യമില്ല. കാരണം അത് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് അനുവദിച്ചിട്ടുള്ളതാണ്. ആർക്കും, ഏത് 2 വ്യക്തികൾക്കും, 2 ഓപ്പോസിറ്റ് സെക്സിന് ആർക്കും അവർക്ക് വേണമെങ്കിൽ അവർക്ക് ശാരീരികമായി ബന്ധപ്പെടാം. പണ്ട് നമുക്കറിയാമല്ലോ, പോലീസുകാര് കണ്ട ലോഡ്ജിലും അവിടെ ഇവിടെയൊക്കെ കയറി നിരങ്ങലായിരുന്ന ഒരു പണി. ആരെങ്കിലും കെട്ടിയവനും അല്ലാത്ത ആരെങ്കിലും എവിടെയെങ്കിലും അവരുടെ സ്വകാര്യതയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി ഇമ്മോറൽ ട്രാഫിക്കിന് വേണ്ടി കേസെടുക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഒരു പെണ്ണിനും ഒരു ആണിനും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും എന്തും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഛേദവുമില്ല, എനിക്കൊരു വിഷമവുമില്ല കാര്യത്തില്. അത് അയാളുടെ സന്തോഷം, അയാളുടെ കൂടെ കടന്നു കൊടുത്ത പെണ്ണുങ്ങളുടെ സന്തോഷം അല്ലേ? നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് മറ്റൊരു കാര്യമുണ്ട്. ആ കിടന്നു കൊടുത്ത പെണ്ണ് ആരുടെയെങ്കിലും പെങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആയിരിക്കും. മനസ്സിലായല്ലേ?
അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ കൂടെ നിൽക്കുന്നവനുണ്ട്. അത് ആര് തന്നെ ആയിരുന്നാലും, അത് ഈ രാഹുൽ മാങ്കൂട്ടമായിരുന്നാലും. കാരണം എന്താണെന്നറിയോ, ഒരു പ്രിക്കോഷൻ എടുത്തുകൊണ്ട് ഒരു ജൈവ പ്രക്രിയ അവിടെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി ഒരു മനുഷ്യ സ്ത്രീയാണ് ആ പരിഗണന അവിടെ കൊടുക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എതിർക്കുന്നത്. ഇപ്പൊ പുറത്തു വന്ന വോയിസിൽ അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടിയിട്ടാണ്, എത്ര പഴയതായാലും അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഈ വളർച്ചയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാലും ആയിക്കോട്ടെ. അതിൽ വരുന്നൊരു കാര്യമുണ്ട്. ഒരു ഗർഭിണിയായ ഒരു പെണ്ണ്, ആ പെണ്ണ് വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കരഞ്ഞ് ഒരു ടെൻഷൻ അടിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് വിളിക്കുന്നത് എന്താണ്? തന്നെയല്ലേ വിളിക്കുന്നത്. അതാണ് വിളി. അങ്ങനെയാണോ വിളിക്കേണ്ടത്? ആ സാരമല്ല, നമുക്ക് നേരിട്ട് കാണാം, നമുക്ക് സംസാരിക്കാം എന്നൊരു ആശ്വാസമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു വിഷയം വരില്ല. എന്നെ പ്രകോപിപ്പിച്ചത് അതാണ്. അതായത് ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ ഈ അവിഹിത ഗർഭമായാലും എന്തായിരുന്നാലും പെണ്ണിന്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളുണ്ട്. അത് പെണ്ണുങ്ങൾക്ക് പ്രസവത്തിലേക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ. നമുക്കിതെല്ലാം അറിയുന്ന ആളാണ്, അതുകൊണ്ടത് പറയുന്നത്. നിങ്ങൾക്കത് അറിയില്ലോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പെണ്ണിനോട്, അത് തന്റെ കൂടെ കിടന്ന പെണ്ണായാലും ആരുടെ കൂടെ കിടന്ന പെണ്ണായാലും എങ്ങനെ ഉണ്ടായ ഗർഭമായാലും ഈ രീതി പ്രതികരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് തെറ്റാണ്. കാരണം ആ സമയത്ത് അവരുടെ മനസ്സെന്ന് പറയുന്നത് ഈ പെണ്ണുങ്ങളെ ശരീരവും മനസ്സും എന്ന് പറയുന്ന ആണുങ്ങളെ പോലെ അല്ല. അതുപോലും തിരിച്ചറിയാത്ത ഈ ആൾക്കാരെ പിടിച്ച് ജനപ്രതിനിധികളാക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. പിന്നെ ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഭാഗത്തുള്ള ഒരു വോയിസ്, അതും കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല, രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരനെന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ആ അന്വേഷണം നടക്കല്ലേ. എന്താ ഇവിടെ രാഹുൽ പറയുന്നത്? ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള അല്ലാത്ത യാതൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചയ്ക്ക് പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ആ പെണ്ണും ഈ രാഹുലും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തിയിട്ടുള്ള കാര്യമാണ്, അല്ലാതെ ഞാൻ ബലാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇല്ലേ? ഇത് തന്നെയാണല്ലോ ഈ വളച്ചൊടിച്ച് പറഞ്ഞു വെക്കുന്നത്. അതായത് നിയമപരമായി അത് നിലനിൽക്കില്ല എന്ന് സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, രാഹുൽ എന്നല്ല ആര് കള്ളവടി വെച്ച് കഴിഞ്ഞാലും അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല, കേസ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷെ മറ്റൊന്നുണ്ട്, ഒരാൾ ഗർഭിണിയായാൽ ആ ഗർഭിണിയായി കഴിയുമ്പോൾ ആ ഗർഭത്തിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടതുണ്ട്, ആ ഗർഭിണിയെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ പെണ്ണിന് മനസമാധാനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ ഗർഭത്തിന് കാരണക്കാരനുണ്ട്, അതുപോലെ മറ്റുള്ളവർക്കും ഉണ്ട്. എന്തേ അത് ആരും കാണുന്നില്ല? അത് ചിന്തിക്കാത്ത ഞാൻ ആ ഭാഗത്താണ് നിൽക്കുന്നത്. അല്ലാതെ കള്ളവടിയിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ആർക്കും എന്ത് ചെയ്യാൻ, ആരും പുണ്യാളച്ചന്മാരൊന്നും അല്ല. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. എന്നെ ഉപദേശിക്കാൻ വരുന്നവനും അത് ആര് തന്നെ ആയിരുന്നാലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളിൽ കൊളുത്തും. എന്നിട്ട് ഇപ്പുറത്ത് മീഡിയകളിൽ വന്നിരുന്ന സദാചാരം വിളമ്പുകയും ചെയ്യും. അതുകൊണ്ട് അതും കൂടെ മാറ്റിവെക്കേ. അത് മാറ്റിവെച്ചിട്ട് ഇത്തരത്തിൽ സദാചാരം വിളമ്പുന്നതിന് മുമ്പ് താൻ എങ്ങനെയാണ് എന്ന് ആദ്യം സ്വയം ഒന്ന് ചിന്തിക്കണം, എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ വരുന്ന ഒരുപാട് കേസുകൾ, എന്റെ പ്രൊഫഷൻ അതായതുകൊണ്ട് ധാരാളം കേസുകൾ, എത്രയോ കൊല്ലങ്ങളായി വന്നിട്ടുള്ള ഒരുത്ത ടെൻഷനും മറ്റു കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ എന്റെ ലൈഫിൽ ഞാൻ തന്നെയാണ് എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് എനിക്കത് നേരിട്ടും എനിക്ക് അനുഭവമുണ്ട്. ഒരു പെണ്ണിന്റെ മനസ്സെങ്ങനെയാണ്, ആ സമയത്തുള്ള അവരുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്, അവരെന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ മനസ്സുകൊണ്ട് അവരെ സമീപിക്കേണ്ടത് എന്നൊക്കെ, അത്തരം കാര്യങ്ങളെല്ലാം അതറിയാത്തവർക്ക് ഇതൊന്നും ബാധകമല്ല. കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല എന്നേ. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള സകല തെമ്മാടിത്തരം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയം വിളമ്പിക്കോ. അതിന് എന്നെ കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്യും, വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കും. കാരണം ഇവരാരും എനിക്ക് ചെലവിന് തരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ കണ്ടന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ റീച്ചിനെ കുറിച്ചോ എന്റെ കാശിനെ കുറിച്ചോ അവിടെ വർത്താനില്ല. അതിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. ഒരു സാമൂഹിക നേതാവായി നിൽക്കുന്ന ഒരാൾ സമൂഹത്തിന് മാതൃകയായിരിക്കണം. ആ മാതൃകയായിരിക്കേണ്ട ഒരാളുടെ പുറത്തു വരുന്ന വോയിസ് ഗർഭിണിയായിട്ടുള്ള 1-2 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു യുവതിയോട് ഏത് വിധേനയാണ് പെരുമാറുന്നത് എന്നതാണ്. അത് തെറ്റാണ്. രാഷ്ട്രീയമായി ഒരുപക്ഷെ ആരിപ്പോ ഈ സമയത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് ഇറക്കി വിട്ടത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. അത് അറിയാത്ത ആളൊന്നും അല്ല ഞാനതിന് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അത് ആ പെണ്ണ് പരാതി കൊടുത്താലും ഇല്ലെങ്കിലും, പരാതി കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ. അത് ഞാൻ ഇന്നലെ സംബന്ധിച്ച് കൃത്യമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. പരാതി കൊടുക്കാൻ സാധ്യതയില്ല, പറച്ചിൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യത ഉള്ളൂ എന്നുള്ളത്. കാരണം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്നേ കൊടുത്തേനെ. ചില പെണ്ണുങ്ങൾ അങ്ങനെ, അവർക്ക് അതിനുള്ള ഗഡ്സ് ഇല്ല. നമ്മളങ്ങനെയാണ് പറയാ, ഗഡ്സ് ഇല്ല. പക്ഷെ ഗഡ്സ് ഉള്ളവൻ ആ ഗഡ്സ് ഇല്ലാത്തവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. രാഷ്ട്രീയമായി മുതലെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്.
രാഷ്ട്രീയമായി മറ്റുള്ളവർ മുതലെടുത്തോട്ടെ, പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ ഇമാതിരി ചെയ്തത് തെറ്റാണ്. ഒരു പെണ്ണിനെ ഈ രീതിയിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന തുടക്കത്തിലുള്ള ഒരു പെണ്ണിന് ടെൻഷനുണ്ട്, പ്രത്യേകിച്ച് ഒരു അവിഹിത ഗർഭമായതുകൊണ്ട് തന്നെ താൻ ഇഷ്ടപ്പെട്ടവൻ അല്ലെങ്കിൽ താൻ വിശ്വസിച്ചവൻ തന്നെ സംരക്ഷിച്ചുകൊള്ളും എന്നൊരു വിശ്വാസത്തിൽ കൂടെ കടന്നു കൊടുത്തിട്ട് അവസാനം പള്ളലുണ്ടാവുമ്പോൾ ഇങ്ങനെ തെറി വിളിക്കുന്നതല്ല ഇതിന്റെ അന്തസ്സ് എന്ന് പറയുന്നത്. പരിഹാരം ഉണ്ടാക്കാം, സബൂറാക്, സമാധാനപ്പെട്, ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം, നീ ടെൻഷൻ അടിക്കാതിരിക്കെ, അതായിരുന്നു വേണ്ടിയിരുന്നത്. അത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് സമൂഹത്തിന് മാതൃകയാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ലെന്നേ. Different angles. Don't forget to subscribe and support this channel.